എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ യവത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് യാത്ര ചെയ്താൽ ചരിത്രവും വിശ്വാസവും വാസ്തുവിദ്യയും ഒരുമിച്ച് ചേരുന്ന ഒരു പുരാതന ക്ഷേത്രം കാണാം. ഭൂലേശ്വർ ക്ഷേത്രം. ഇവിടെ എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി, കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ചയും ശാന്തമായ അന്തരീക്ഷവും ക്ഷേത്ര സന്ദർശനത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ കുന്നിൻ മുകളിലെത്തുമ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ പലർക്കും ഒരു സംശയം തോന്നും, ഇത് ക്ഷേത്രമാണോ അതോ പള്ളിയാണോ? കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പുറംഭാഗത്തിൻ്റെ രൂപം സാധാരണ നമ്മൾ കാണുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. താഴികക്കുടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രൂപങ്ങളും മിനാരങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ നിർമ്മിതികളും കോട്ടയെ ഓർമ്മിപ്പിക്കുന്ന കട്ടിയുള്ള പുറംമതിലുകളും ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഒരു പള്ളിയെപ്പോലെ തോന്നുന്നത്. പക്ഷേ അകത്തേക്ക് കടന്നാൽ കാഴ്ച തന്നെ മാറുകയാണ്. ഇങ്ങനെ ഒരു രൂപം ക്ഷേത്രത്തിന് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. പ്രാദേശികമായി പറയപ്പെടുന്ന ഒരു വിശ്വാസം, ആക്രമണങ്ങളിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കാനായി പുറംഭാഗം അന്നത്തെ ഇസ്ലാമിക വാസ്തുവിദ്യയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെന്നതാണ്. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന പല രൂപങ്ങളുടെയും തല പോയിട്ടുണ്ട്, ചിലതിൻ്റെ കൈകൾ പോയിട്ടുണ്ട്, ചില രൂപങ്ങളുടെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വെറുതെ കാലപ്പഴക്കം കൊണ്ടാണെന്ന് തോന്നാം. പക്ഷേ ഈ ക്ഷേത്രം കടന്നു വന്ന കാലവും ചരിത്രവും നോക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലായി ഉണ്ടായ നാശനഷ്ടങ്ങളും ആക്രമണങ്ങളും കാലാവസ്ഥയും മനുഷ്യരുടെ ഇടപെടലുകളും ഇതിന് കാരണമായിരിക്കാം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ദൈവത്തെ മാത്രം തൊഴുതിറങ്ങാതെ ചുറ്റുമുള്ള ഈ ശില്പങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറയുന്നത്. പൊട്ടിപ്പോയ ഓരോ രൂപവും ഈ ക്ഷേത്രം കടന്നു വന്ന പഴയ കാലത്തിൻ്റെ അടയാളമാണ്. പുറത്ത് പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന രൂപം, അകത്ത് മനോഹരമായ ശില്പങ്ങൾ, അതിനിടയിൽ കാലം മായ്ച്ചു കളഞ്ഞ ചില മുഖങ്ങളും രൂപങ്ങളും. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കടന്നുപോയ ചരിത്രത്തിൽ മുഗൾ കാലഘട്ടത്തിനും വലിയൊരു പങ്കുണ്ട്. ആ കാലത്തെ സംഘർഷങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഭാഗമായി ക്ഷേത്രത്തിലെ ചില ശില്പങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പറയപ്പെടുന്നു. ഇന്നിവിടെ കാണുന്ന ചില രൂപങ്ങളുടെ തലയും കൈകാലുകളും നഷ്ടപ്പെട്ട നിലയിലാണ്. പക്ഷേ ആരാണ് എപ്പോൾ ഇവ നശിപ്പിച്ചത് എന്നതിൽ വ്യക്തമായ ചരിത്രരേഖകൾ എല്ലായിടത്തുമില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കുന്നു. അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരില്ല, അന്നത്തെ രാജാക്കന്മാരില്ല, അന്നത്തെ ഭരണങ്ങളുമില്ല. പക്ഷേ അവർ ബാക്കി വെച്ച ചരിത്രം ഇന്നും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ കാഴ്ചയും ഈ ചരിത്രവും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.